അപ്പൊ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും ഈ വീഡിയോ ഒന്ന് ഫുൾ ആയിട്ട് കാണണം കേട്ടോ. നമ്മളെ നാട്ടിലൊക്കെ ഒരു ചൊല്ലുണ്ടല്ലോ, നല്ലത് നായിക്ക് പറ്റൂലെന്ന്. അതുപോലെയാണ് ചില ആൾക്കാർക്ക് നല്ലത് കേൾക്കുമ്പോഴോ കാണുമ്പോഴോ കുരുപൊട്ടി ഒലിക്കും. അങ്ങനെ കുരുപൊട്ടി ഒലിച്ച ഒരു സ്ത്രീ ഉണ്ട്. ആ സ്ത്രീക്ക് നല്ലൊരു മറുപടി ആയിട്ട് നമ്മൾ ഉസ്താദ് വന്നിട്ട് ആദ്യം കേൾക്കുന്നിട്ട് ബാക്കി. അങ്ങാടിയിലേക്ക് പ്രായപൂർത്തിയെത്തിയ കുട്ടികൾ ടൗസർ ഇട്ട് പോകുന്ന ഒരു അവസ്ഥ കാണുമ്പോൾ വല്ലാതെ വേദനിക്കുകയാണ്. ഉമ്മയുടെ മുമ്പിൽ വെച്ചല്ലേ ആ ടൗസർ ഇട്ട് വീട്ടിൽ നടന്നത്, ഉപ്പയുടെ ഉപ്പ വാങ്ങിക്കൊടുത്ത ടൗസറെല്ലാം ഇട്ട് പോകുന്നത്. അത് കണ്ടിട്ട് മോനെ ഇത് പാടില്ല, ഇത് തെറ്റാണ്, നിന്റെ അവർക്ക് മറ്റുള്ളവർ കാണിച്ചു കൊടുക്കൽ ഹറാമാണ് എന്ന് പറയാൻ, അത് ചെയ്യരുതെന്ന് പറയാൻ വാപ്പയായി പോയ എനിക്കും നിങ്ങൾക്കും കഴിയുന്നില്ലെങ്കിൽ നമ്മുടെ അവസ്ഥ വളരെ ബേജാറാണ്, വളരെ പരിതാപകരമാണെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഉസ്താദ് പറഞ്ഞ ആൺകുട്ടികൾ കേട്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ട്രൗസർ വരെ ഇടാണ് നാളെ പോയിക്കളയും. അതുകൊണ്ട് ഉസ്താദ് മിണ്ടാണ്ടിരുന്നു. ഓണത്തിന്റെ ഓർമ്മയുണ്ടല്ലോ, ഒരു ഉസ്താദ് പേരിലാണുള്ളത്. എല്ലാം പോട്ടെ, ഈ പ്രാവശ്യത്തെ ഓണം കാക്കമാരെ തൂക്കി. എന്തുകൊണ്ടാ നിങ്ങൾ ചെയ്യണ്ടെന്ന് പറയുന്നില്ല, അവര് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോ ട്രൗസർ മാറ്റി ഒന്നില്ലാണ്ട് വരുവാന്ന പേടി. ഈ ഉസ്താദിനെ കൊണ്ട് അതും ആവട്ടെ. പറ്റൂല മോളെ, പറ്റൂല. ഒന്നും ഉടുക്കാൻ നടക്കാൻ പറ്റത്തില്ല. നമ്മുടെ രാജ്യത്തിന് നിയമമുണ്ട്. നമ്മുടെ രാജ്യത്ത് ഏതൊരു വ്യക്തിക്കും സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ആ സ്വാതന്ത്ര്യം പരിധികളില്ലാത്തല്ല, പരിധിക്കുള്ളിൽ നിന്നുകൊണ്ടുള്ളതാണ്. അതായത് നമ്മുടെ രാജ്യത്ത് ഒരാൾ തുണി കൊടുക്കാതെ പൊതുമധ്യത്തിലൂടെ നടന്നാൽ, ഇത് മതത്തിന്റെ നിയമമൊന്നല്ലേ, ഈ രാജ്യത്തിന്റെ നിയമമാണ്. സ്വാതന്ത്ര്യമുള്ള രാജ്യത്ത് അങ്ങനെ തുണി കൊടുക്കാതെ പോകാൻ പറ്റത്തില്ല. അങ്ങനെ ഒരാൾ നടന്നാൽ ഭാരതീയ നിയമസംഹിത സെക്ഷൻ 296 പ്രകാരവും IPC 294 പ്രകാരവും ശിക്ഷാർഹമാണ്, കുറ്റകരമാണ്. അപ്പം ഇത് മതത്തിന്റെ നിയമമല്ല, രാജ്യത്തിന്റെ നിയമം തന്നെ. തുണി ഉടുത്തുകൊണ്ട് നടക്കണം എന്നുള്ള, ഉടുത്തില്ലെങ്കിൽ ശിക്ഷയാണ്. ഇനി പോട്ടെ, പൊന്നുമോളെ, എന്താ പ്രശ്നം? ആ ഉസ്താദ് പറയുന്നത് ആ ഉസ്താദിനെ കേട്ടിരിക്കുന്ന ജനങ്ങളോടാ, അതനുസരിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന മുസ്ലിമീങ്ങളോടാ. മുസ്ലിമീങ്ങളോട് പറയുന്നതിന് നമുക്ക് ട്രിഗർ ആകേണ്ട എന്താ അദ്ദേഹം പറഞ്ഞത്? മാന്യമായ വസ്ത്രം ധരിച്ച് ഉടുത്ത് വൃത്തിയായി നടക്കണമെന്നല്ലേ ഈ പറയുന്നത്. പിന്നെ ഒരു കാര്യം മോളോട് ചിന്തിക്കാൻ വേണ്ടി പറയണം. മോളെ, ഈ വസ്ത്രത്തിൻ്റെ വിഷയം പറഞ്ഞില്ലേ, ഞാൻ ഇന്നലെ ഇവിടെ കാരമൽ എന്ന് പറഞ്ഞ അടുത്തൊരു ഹോട്ടലുണ്ട്. അവിടെ ഞാനും ഫാമിലിയൊക്കെ ഭക്ഷണം കഴിക്കാൻ പറ്റിയിരിക്കുക. അപ്പോൾ ചുറ്റുവട്ടത്ത് വേറെ ഫാമിലികളൊക്കെ ഉണ്ട്. അപ്പോൾ പെട്ടെന്ന് ഈ അടുത്തിരുന്ന ഫാമിലീസും ചെറുപ്പക്കാരും എല്ലാം കൂടെ ഒരു ഭാഗത്തേക്ക് തിരിഞ്ഞ്, ചേട്ടാ അങ്ങോട്ട് നോക്കണം. അപ്പം ഞാനിങ്ങനെ തിരിഞ്ഞപ്പോൾ എൻ്റെ വൈഫ് പറഞ്ഞു, അങ്ങോട്ട് നോക്കല്ലേ എന്ന് പറഞ്ഞു. മോൻ പിടിച്ച് തിരിച്ച്. അപ്പം എൻ്റെ മകള്, എൻ്റെ മൂത്ത മോളിങ്ങനെ തിരിയാൻ തരും, മോളെ അങ്ങോട്ട് നോക്കല്ലേ എന്ന് പറഞ്ഞു തിരിഞ്ഞു. അപ്പോഴെന്താ സംഭവം? ഞാൻ ഇത് ക്യൂരിയോസിറ്റി ആണല്ലോ. അപ്പം ഞാൻ പെട്ടെന്ന് തിരിഞ്ഞപ്പോഴേക്കും ഈ കാര്യം മനസ്സിലായി. ഈ കുട്ടിയുടെ ഡ്രസ്സ് വളരെ വൾഗർ എന്ന് പറഞ്ഞാൽ, ഇപ്പം ഒരാളുടെ വസ്ത്രം മോശമാണെന്ന് എങ്ങനെ നമ്മൾ നിർണ്ണയിക്കുക വെച്ചാൽ, നമുക്ക് സ്വാഭാവികമായിട്ട് നമ്മൾ കേരളത്തിൽ ജീവിക്കുകയല്ലേ. അപ്പോൾ കേരളത്തിൻ്റെ ഒരു തനതായ ശൈലിയിൽ നിന്ന് ഈ പലരും പലതരത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നുണ്ട്. പക്ഷെ അതിൻ്റെയൊക്കെ താഴെത്തട്ടിലേക്ക് വരുന്ന തരത്തിലുള്ള വസ്ത്രധാരണ. അപ്പം തൊട്ടടുത്തിരുന്ന ഫാമിലികളെല്ലാം അവരുടെ മക്കളോട് അങ്ങോട്ട് നോക്കണ്ടെന്ന് പറയുന്നു. ചെറുപ്പക്കാർ അപ്പുറത്തിന്, എനിക്കിത് കേൾക്കാം. ഈ ചെറുപ്പക്കാർ പറയുന്ന കമൻറ്റ് കേട്ടാൽ, നമ്മുടെ മകളോ നമ്മുടെ പെങ്ങളോ ഒക്കെ ആണെങ്കിൽ സത്യം പറഞ്ഞാൽ നമ്മൾ അപമാനഭാരം സഹിക്കാൻ വയ്യാതെ നമ്മൾ എന്ത് ചെയ്യുമെന്നറിയാതെ നമ്മൾ പരതന്ത്രരായി. മക്കളെ, നമ്മൾ എന്തെല്ലാം ന്യായം പറഞ്ഞാലും ആളുകൾ ശ്രദ്ധിക്കുകയും കമൻറ്റ് പറയുകയും മോശം പറയുകയൊക്കെ ചെയ്യും. നല്ല വസ്ത്രം ധരിക്കുക എന്നുള്ളത് ഒരു മനുഷ്യൻ്റെ അന്തസ്സിൻ്റെ ഭാഗമാണ്. വസ്ത്രം കുറയുക എന്നുള്ളത് അന്തസ്സില്ലായ്മയുടെ ഭാഗമാണ്. അത് നമ്മൾ ഏത് നിലക്ക് ചിന്തിച്ചാലും, നമ്മുടെ രാജ്യത്ത് ചില സ്ത്രീകളുണ്ടല്ലോ, ഇപ്പോൾ അനി ബസൻ്റ് ആണെങ്കിലും, ഇന്ദിരാഗാന്ധി ആണെങ്കിലും, ഇപ്പോൾ നിലവിലുള്ള സോണിയാഗാന്ധി ആണെങ്കിലും, അങ്ങനെ പല, ഇപ്പം ശോഭാ സുരേന്ദ്രൻ തന്നെ എടുത്തോ, BJPയുടെ ശോഭാ സുരേന്ദ്രൻ, സ്മൃതി ഇറാനി, ഇവരുടെയൊക്കെ വസ്ത്രധാരണങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? അവർക്ക് കിട്ടുന്ന ബഹുമാനവും ആദരവും, ഞാൻ ഉദാഹരണം പറഞ്ഞു, ഇവരെയൊക്കെ ശ്രദ്ധിക്കുക. അവരുടെയൊക്കെ വസ്ത്രധാരണം നമ്മുടെ ഇന്ത്യയുടെ അല്ലെ കേരളത്തിൻ്റെ ഒരു പൈതൃക രൂപത്തിലാണ് ഉള്ളത്. അതിൽ നിന്ന് ഘടക വിരുദ്ധമായിട്ട് നമുക്ക് എന്ത് വേണമെങ്കിലും, എന്ത് തോന്നിയ വസ്ത്രമെല്ലാം ധരിക്കാം. പക്ഷേ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ധരിക്കാനും ധരിക്കണമെന്ന് പറയാനും ധരിച്ചവരെ കളിയാക്കാനും ഒക്കെ അവകാശമുണ്ടെങ്കിൽ, ഞങ്ങളുടെ മുമ്പിലിരിക്കുന്ന ഒരു ചെറിയ സമൂഹത്തോട് നിങ്ങൾ നല്ല വസ്ത്രം ധരിക്കണേ, ഡിഗ്നിറ്റി കീപ്പ് ചെയ്യണേ, മോശം വസ്ത്രം ധരിക്കരുത് എന്ന് പറയാനുള്ള അവകാശത്തിനെങ്കിലും, ഇത് സ്വാതന്ത്ര്യമുള്ള രാജ്യമല്ലേ, നിങ്ങൾക്ക് ഇതൊന്നും ധരിക്കേണ്ട, ഇഷ്ടമുള്ള പോലെ നടക്കുക എന്ന് പറയുന്നത് പോലെ അങ്ങനെയൊന്നും നടക്കരുത്, നല്ല വസ്ത്രം ധരിച്ച് നടക്കണമെന്ന് പറയാൻ ഞങ്ങൾക്കും സ്വാതന്ത്ര്യമില്ലേ? അതെങ്കിലും ഒന്ന് വകവെച്ച് തന്നോട്ടെ, അതെങ്കിലും ഒന്ന് വകവെച്ചു പ്ലീസ്, ഞങ്ങളൊന്ന് പറഞ്ഞോട്ടെ. അപ്പൊ ഉസ്താദിന്റെ മറുപടി അടിപൊളിയായിട്ടുണ്ട്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, മനുഷ്യരും മൃഗങ്ങളും തമ്മിലുള്ള വ്യത്യാസം, മനുഷ്യർക്ക് ചിന്തിക്കാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനുള്ള കഴിവ് ദൈവം കൊടുത്തിട്ടുണ്ട്. അപ്പൊ നല്ലത് ഏതാണെന്നും മോശം ഏതാണെന്നും ചിന്തിച്ച് അതുപോലെ ചെയ്യുക. അത്രേ എനിക്ക് പറയാനുള്ളൂ. അടുത്ത വീഡിയോയിൽ സന്ധിക്കും വരെ വണക്കം.